2025 സെപ്റ്റംബർ 3 പ്രഖ്യാപിച്ച GST പരിഷ്കരണം 2017 ശേഷം വന്ന ഏറ്റവും വലിയ മാറ്റമാണ്. മുൻപുണ്ടായിരുന്ന 5, 12, 18, 28% ഇനി 4 സ്ലാബുകൾ രണ്ടാക്കി കുറച്ച്, അതായത് 5%വും 18% സ്ലാബുകളുമാക്കി മാറ്റി. ഇതിനു പുറമെ ലക്ഷറി, മദ്യപാനം പോലുള്ള സിൻ ഗുഡ്സ് വിഭാഗങ്ങൾക്ക് 40% നികുതി ഈടാക്കി. അവശ്യ സാധനങ്ങളായ പാൽ, മരുന്നുകൾ, ഭക്ഷ്യധാന്യങ്ങൾ, ഇൻഷുറൻസ് തുടങ്ങിയവ 0% അല്ലെങ്കിൽ 5% സ്ലാബിൽ കൊണ്ടുവന്നു. TV, സിമന്റ്, ചെറിയ കാറുകൾ, ഗൃഹോപകരണങ്ങൾ പോലുള്ള സാധനങ്ങൾ 18% സ്ലാബിലേക്ക് താഴ്ത്തി. ജനങ്ങളുടെ ചെലവിടൽ ശേഷി കൂട്ടാനും നികുതി സംവിധാനം ലളിതമാക്കാനുമാണ് ഈ പരിഷ്കരണം. ട്രംപ് ഭരണകൂടം ഇന്ത്യയുടെ കയറ്റുമതികൾക്ക് 50% വരെ തീരുവ ചുമത്തിയ സാഹചര്യത്തിലാണ് GST പരിഷ്കരണം പ്രാധാന്യമാർജിക്കുന്നത്. കുറഞ്ഞ GST മൂലം ആളുകളുടെ കൈവശം കൂടുതൽ പണം വരുന്നു. അതുവഴി ആഭ്യന്തര വിപണിയിലെ ആവശ്യകത കൂടുന്നു. ഇതോടെ കയറ്റുമതി കുറയുന്നതുകൊണ്ടുള്ള ആഘാതം കുറയ്ക്കാം. ലളിതമായ നികുതി സംവിധാനം വിദേശ നിക്ഷേപകർക്കും കമ്പനികൾക്കും ഇന്ത്യയെ വിശ്വാസ്യതയുള്ള വിപണിയായി കാണാൻ പ്രേരണ നൽകുന്നു. ഇന്ത്യയുടെ ഇരട്ട തന്ത്രം ഇതാണ്: ഡൊമസ്റ്റിക് ഇക്കോണമി ശക്തിപ്പെടുത്തുകയും യൂറോപ്പ്, ആഫ്രിക്ക, ലാറ്റിൻ അമേരിക്ക, ASEAN എന്നീ വിപണികളിലേക്ക് കയറ്റുമതി വൈവിധ്യമാക്കുകയും ചെയ്യുക. അമേരിക്കയിലേക്കുള്ള കയറ്റുമതികൾ സമ്മർദ്ദത്തിലായിട്ടും GST വഴി വരുന്ന അവശ്യവൃദ്ധിയും നയത്തിലെ വ്യക്തതയും ഇന്ത്യക്ക് ആഘാതങ്ങൾ നേരിടാനും സമ്പദ്വ്യവസ്ഥ പുനർക്രമീകരിക്കാനും ആഗോള വ്യാപാര അസ്ഥിരതയിൽ പോലും വളർച്ച നിലനിർത്താനും അവസരമൊരുക്കുന്നു. അങ്ങനെ ഒരു കാലത്ത് ഏറ്റവും വെറുക്കപ്പെട്ട ധനകാര്യ മന്ത്രിയായിരുന്ന നിർമ്മല സീതാരാമൻ ഇന്ത്യയുടെ പ്രിയപ്പെട്ട മന്ത്രിമാരിൽ ഒരാളായി മാറിയിരിക്കുകയാണ്.